ഹലോ, ഇന്ന് നമുക്ക് ഇഫ്താർ സ്പെഷ്യലായിട്ട് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടൈപ്പിലുള്ള നല്ല മുരിഞ്ഞ പൊക്കവട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടോ. നമുക്ക് ചായക്കടയിൽ നിന്ന് കിട്ടുന്ന സെയിം ടേസ്റ്റിലാണ് ഈ ഒരു പൊക്കവട നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നീളത്തിൽ അരിയരുത് കേട്ടോ, ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്താൽ മതി. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. നമ്മൾ ഇനി ഇതിലേക്ക് മുളക് പൊടി അങ്ങനത്തെ ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു പച്ചമുളകേ ഞാൻ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു 3 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയൊരു പിടി മല്ലിയില കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്യണം കേട്ടോ. ഒരു സവാളയുടെയൊക്കെ വെള്ളമൊക്കെ ഇറങ്ങുന്ന രീതിയിൽ നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കളറൊന്നും നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി എടുത്തത്. ഒരുപാട് എരിവും ഉണ്ടാവില്ലല്ലോ. പിന്നെ 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ആയിട്ട് ചേർത്തിട്ടുള്ളത്. ഇത് ചിക്കൻ മസാല മസ്റ്റാണ് കേട്ടോ. ഈ ഒരു ചായക്കടയിൽ നിന്ന് കിട്ടുന്ന ആ ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് ചിക്കൻ മസാല മസ്റ്റാണ്. അപ്പോൾ അത് 2 ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു 3 പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്: മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കാശ്മീരി മുളക് പൊടി. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് 1/2 കപ്പ് കടലമാവാട്ട് ചേർത്ത് കൊടുക്കുന്നത്. മൈദയും കടലമാവും ഒരേ അളവിൽ വേണം എടുക്കാനായിട്ട്. പിന്നെ ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. അത് ഇതിൻ്റെ പകുതിയായിട്ട്, കടലമാവിൻ്റെയും മൈദയുടെയും പകുതിയായിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് മാത്രം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കുക കേട്ടോ. വെള്ളം കൂടിപ്പോവരുത്, എന്നാൽ കുറഞ്ഞു പോവുകയും ചെയ്യരുത്. ആ രീതിയിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നോക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് അടുത്ത ബാച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ഈ ബാറ്റർ വേണ്ടത് കേട്ടോ. ഇതുപോലെ വേണം. പിന്നെ അതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്കൊരു 2 നുള്ള് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല പൊങ്ങി വന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. ആ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ തന്നെ ചുട്ടെടുക്കുകയും ചെയ്യാം. ചൂടായ എണ്ണയിലിട്ടിട്ട് ഇത് ഓരോന്നിങ്ങനെ ഇതുപോലെ പിച്ചി ഇട്ട് കൊടുക്കുക ഓയിലിലേക്ക്. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഒരു ഭാഗം മൊരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ ഭാഗവും ഒരേപോലെ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. നല്ല മൊരിഞ്ഞിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊക്കവടയുടെ റെസിപ്പി കേട്ടോ. ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്